2022 മാർച്ച് മാസത്തിൽ നടന്ന രണ്ടാം വർഷ ബയോളജി പരീക്ഷയിൽ ബോട്ടണി ഭാഗത്തെ ക്വസ്റ്റ്യൻസും ആൻസറുകളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ബയോളജിയിൽ ബോട്ടണി ഭാഗം പാർട്ട് എ ആണ്. മാക്സിമം സ്കോർ 30 ആയ പരീക്ഷയ്ക്ക് 1 മണിക്കൂറാണ് സമയദൈർഘ്യം. ഇത്തവണത്തെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് പരിചയപ്പെടാം. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്നിങ്ങനെ പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നിവയിൽ സബ് സെക്ഷൻസ് ആയിട്ടുള്ള എ, ബി എന്നീ ഭാഗങ്ങളുണ്ട്. പാർട്ട് 1 സെക്ഷൻ എയിൽ 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. 3 എണ്ണത്തിന് ഉത്തരം എഴുതണം, ഓരോ സ്കോർ വീതം. പാർട്ട് 1 ബിയിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം, 5 മുതൽ 6 വരെ, അതായത് 2 ചോദ്യങ്ങൾ 1 സ്കോർ വീതം. പാർട്ട് 2വിൻ്റെ എ സെക്ഷനിൽ ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ഫ്രം 7 to 9 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ 2 എണ്ണം ഉത്തരം എഴുതണം, 2 മാർക്ക് വെച്ച് മൊത്തം 4 മാർക്ക്. അതിൻ്റെ ബി പാർട്ടിൽ ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ഫ്രം 10 to 13, അതായത് 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, 2 എണ്ണത്തിന് ഉത്തരം എഴുതണം, 2 × 2 4 സ്കോർ. പാർട്ട് 3യിലെ എ സെക്ഷനിൽ ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 14 to 17 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം, 3 മാർക്ക് വെച്ച് മൊത്തം 9 സ്കോർ. പാർട്ട് 3യുടെ ബി പാർട്ടിൽ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ, 1 ചോദ്യം തന്നിട്ടുണ്ട്, 3 മാർക്കിൻ്റെ, അത് എഴുതണം, കമ്പൽസറിയാണ്. പാർട്ട് 4ലുള്ള 2 ചോദ്യങ്ങളിൽ 1 എണ്ണത്തിന് ഉത്തരം എഴുതണം, 5 സ്കോർ. പാർട്ട് 1ലെ ബി ക്വസ്റ്റ്യൻസും പാർട്ട് 3യിലെ ബി ക്വസ്റ്റ്യനും കമ്പൽസറി ക്വസ്റ്റ്യൻസാണ്. 2നും കൂടെ 5 മാർക്ക്, അതായത് 30 മാർക്കിൽ 5 മാർക്കിൻ്റെ കമ്പൽസറി ചോദ്യങ്ങളും ബാക്കി 25 മാർക്കിന് ചോയ്സ് ഉള്ള ചോദ്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ചോദ്യഭാഗങ്ങളിലേക്ക് കടക്കാം. പാർട്ട് 1 എ ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4 ഈച്ച് ക്യാരീസ് 1 സ്കോർ. 1 മുതൽ 4 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക, 1 സ്കോർ വീതം, മൊത്തം 3 സ്കോർ. ക്വസ്റ്റ്യൻ നമ്പർ 1, ചൂസ് ദി കറക്റ്റ് ആൻസർ. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഇന്നർമോസ്റ്റ് വോൾ ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം ഈസ് ഡാഷ്. മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ആവരണമാണ് ഡാഷ്. എ മിഡിൽ ലെയർ, ബി എപ്പിഡെർമിസ്, സി ടപ്പീറ്റം ആൻഡ് ഡി എൻഡോത്തീഷ്യം. മൈക്രോസ്പൊറാഞ്ചിയം എന്നാൽ പോളൻ ചേംബറാണ്. ആന്തറിൻ്റെ ഓൾ ലെയേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. അത് പുറമേ നിന്ന് അകത്തേക്ക് എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ്, ടപ്പീറ്റം എന്നിങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നർമോസ്റ്റ് ലെയർ, ഏറ്റവും ഉള്ളിലുള്ള ആവരണം ആണ് ടപ്പീറ്റൽ ലെയർ എന്ന് നമ്മൾ പഠിച്ചു. അതിനാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സി ടപ്പീറ്റം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഫിൽ ഇൻ ദി ബ്ലാങ്ക്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ദി ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഐസൊലേറ്റഡ് ഈസ് ഡാഷ്. ആദ്യമായി വേർതിരിച്ചെടുത്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഏതാണ്? ആൻസർ HIN-D2. ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ എന്ന ബാക്ടീരിയയിൽ നിന്ന് വേർതിരിച്ചെടുത്ത എൻസൈമാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇൻ പോളാർ സീസ് സീൽസ് ഹാവ് എ തിക്ക് ലെയർ ഓഫ് ഫാറ്റ്. നെയിം ദി ഫാറ്റ് ലെയർ സീൻ ബിലോ ദെയർ സ്കിൻ. ധ്രുവപ്രദേശങ്ങളിലെ സമുദ്രത്തിൽ ജീവിക്കുന്ന പോളാർ സീലുകളിലെ ത്വക്കിനടിയിൽ കൊഴുപ്പിൻ്റെ ആവരണം കാണപ്പെടുന്നു. ഈ കൊഴുപ്പിൻ്റെ ആവരണത്തിൻ്റെ പേരെന്ത്? ആൻസർ ബ്ലബർ. ഇവയുടെ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ ഈ ആവരണം ഒരു ഹീറ്റ് ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു. അതായത് പുറമേ നിന്ന് തണുപ്പിനെ അകത്തേക്കോ അകത്തു നിന്ന് ചൂടിനെ പുറത്തേക്കോ കടത്തിവിടാത്ത വിധത്തിലുള്ള ഒരു ഇൻസുലേറ്ററായി ഈ ബ്ലബർ പ്രവർത്തിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4, ചൂസ് ദി കറക്റ്റ് ആൻസർ. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ദി ഗ്രീൻ പ്ലാന്റ്സ് ഇൻ ദി ഇക്കോസിസ്റ്റം ആർ ദി ചീഫ് ഡാഷ്. സസ്യങ്ങൾ ആവാസ വ്യവസ്ഥയിലെ പ്രധാന ഡാഷ് ആകുന്നു. എ ഡീകമ്പോസേഴ്സ്, ബി കൺസ്യൂമേഴ്സ്, സി പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡി ഹെർബിവോഴ്സ്. ഒരു ഇക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസേഴ്സാണ് ഗ്രീൻ പ്ലാന്റ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനാൽ ഉത്തരം സി പ്രൊഡ്യൂസേഴ്സ്. പാർട്ട് 1ലെ ബി സെക്ഷൻ
ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 6 ഈച്ച് ക്യാരീസ് 1 സ്കോർ. 5 മുതൽ 6 വരെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതുക, ഒരു സ്കോർ വീതം. അതായത് 2 ചോദ്യങ്ങളുണ്ട്, രണ്ടിനും ഉത്തരമെഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 5. ഫിൽ ഇൻ ദി ബ്ലാങ്ക്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ദി ടൈം പീരീഡ് ഫ്രം ബർത്ത് ടു ദി നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം ഈസ് നോൺ ആസ് ഡാഷ്. ഒരു ജീവിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാലയളവ് അറിയപ്പെടുന്നത് ഡാഷ്. ആൻസർ ലൈഫ് സ്പാൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. എക്സ്പാൻഡ് എലിസ. എലിസയുടെ പൂർണ്ണരൂപം എഴുതുക. ആൻസർ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസേ. HIV ഇൻഫെക്ഷൻ പോലെയുള്ള വൈറൽ ഡിസീസുകളുടെ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ് എലിസ ടെസ്റ്റ്. പാർട്ട് 2 സെക്ഷൻ A. ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ഫ്രം 7 to 9 ഈച്ച് ക്യാരീസ് 2 സ്കോർസ്. 7 മുതൽ 9 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരമെഴുതുക, 2 സ്കോർ വീതം, മൊത്തം 4 സ്കോർ. ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ആർ ദി 4 മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോഫോർട്ടിഫിക്കേഷൻ? ബയോഫോർട്ടിഫിക്കേഷൻ്റെ 4 പ്രധാന ഉദ്ദേശ്യങ്ങൾ ഏവ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോഫോർട്ടിഫിക്കേഷൻ ആർ: 1. ഇംപ്രൂവിംഗ് പ്രോട്ടീൻ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി. 2. ഇംപ്രൂവിംഗ് ഓയിൽ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി. 3. ഇംപ്രൂവിംഗ് വൈറ്റമിൻ കണ്ടൻറ്റ്. ആൻഡ് 4. ഇംപ്രൂവിംഗ് മാക്രോന്യൂട്രിയൻ്റ് ആൻഡ് മിനറൽ കണ്ടൻറ്റ്. Question number 8. Mention the functions of GEAC, that is Genetic Engineering Approval Committee. GEACയുടെ പ്രധാന ധർമ്മങ്ങൾ ഏവ? Genetic Engineering Approval Committee make decisions about the validity of GM research, and they make decisions of introducing genetically modified organisms for public services. Question number 9. Fill in the blanks with suitable terms. അനുയോജ്യമായ പദങ്ങൾ ഉപയോഗിച്ച് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. Asexual reproduction. Column A. Asexual reproductive structures. Column B. Examples. Zoospores dash A dash B penicillium dash C hydra gemmules dash D. Answer. Zoospores A. Chlamydomonas. B. Conidia penicillium. C. Budding hydra. Gemmules. D. Sponge. ക്വസ്റ്റ്യനിലെ കോളങ്ങൾ വരച്ച് അതിൻ്റെ ബ്ലാങ്കുകൾ ഫില്ല് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ABCD ലെറ്റേഴ്സ് തിരിച്ചെടുത്ത് എഴുതി അതിൻ്റെ കറസ്പോണ്ടിങ് ഉത്തരങ്ങൾ താഴെ എഴുതുക. A. Chlamydomonas. B. Conidia. C. Budding. And D. Sponge. Part 2 Section B. Answer any 2 questions from 10 to 13. Each carries 2 scores. 10 മുതൽ 13 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരമെഴുതുക, 2 സ്കോർ വീതം, മൊത്തം 4 സ്കോർ. ക്വസ്റ്റ്യൻ നമ്പർ 10. കമൻറ്റ് ഓൺ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. ആൻസർ. Self-incompatibility is observed on some flowers where the pollen grains from a flower fail to germinate on the stigma of the same flower or another flower on the same plant. This is a genetic mechanism and prevents pollen germination or pollen tube growth in the pistil and prevents the pollen from fertilizing the egg of the same flower, and so seed formation does not occur. ഒരു പൂവിലെ ആന്ത്രിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അതേ പൂവിലെ തന്നെ സ്റ്റിഗ്മയിൽ പതിച്ച് സെൽഫ് പോളിനേഷൻ നടക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ജനിതക മെക്കാനിസമാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഇതുമൂലം സ്വന്തം പോളൻ ഗ്രെയിൻസ് ഉപയോഗിച്ച് സെൽഫ് പോളിനേഷൻ നടക്കുന്ന പ്രക്രിയ സക്സസ്ഫുൾ ആകുകയില്ല. അതിനാൽ തന്നെ ഇത് ക്രോസ് പോളിനേഷനെ ഫേവർ ചെയ്യുന്ന ഒരു മെക്കാനിസം കൂടിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇൻട്രൊഡക്ഷൻ ഓഫ് സെമി ഡ്വാർഫ് വെറൈറ്റീസ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് റൈസ് ആൻഡ് വീറ്റ്. കംപ്ലീറ്റ് ദി ടേബിൾ വിത്ത് ദി നെയിംസ് ഓഫ് എനി 2 സെമി ഡ്വാർഫ് വെറൈറ്റീസ് ഓഫ് വീറ്റ് ആൻഡ് റൈസ്. സെമി ഡ്വാർഫ് ഇനങ്ങളുടെ
വ്യാപനത്തിലൂടെ നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും ഉൽപ്പാദന വർധനവിന് കാരണമായിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ സെമി ഡോർഫ് നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും 2 വീതം ഇനങ്ങളുടെ പേരെഴുതുക. ആൻസർ: സെമി ഡോർഫ് വെറൈറ്റീസ് ഓഫ് റൈസ് ആർ IR8, ജയ, രത്ന, തൈച്ചുങ് നേറ്റീവ് 1. ഇതിലേതെങ്കിലും 2 എഴുതുക. വീറ്റ് ഇനങ്ങൾ സോണാലിക ആൻഡ് കല്യാൺ സോണ. ക്വസ്റ്റ്യൻ നമ്പർ 12. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. അനുയോജ്യമായ പദങ്ങളോ ചിഹ്നങ്ങളോ ഉപയോഗിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. പോപ്പുലേഷൻ ഇൻ്ററാക്ഷൻസ്. സ്പീഷീസ് എ, സ്പീഷീസ് ബി, നെയിം ഓഫ് ഇൻ്ററാക്ഷൻ. എ ഡാഷ് ബി ഡാഷ് കോമ്പറ്റീഷൻ, സി ഡാഷ് ഡാഷ് predation dash 0 D dash. Answer: first row indicates the competition. Competition is having both the species negatively interacted. So A dash is negative, B dash is also negative. Second interaction is predation, in which species A is benefited, so it is positive, and species B is negative. In the next case, D, species A is negative interaction, species B is not having any positive or negative interaction, it is neutral, and the interaction is dash, which is called amensalism. Question number 13. Name the type of succession that occurs in wet area. What is the climax community in that succession? നനവുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പാരിസ്ഥിതിക അനുക്രമത്തിൻ്റെ പേര് എഴുതുക. അത്തരം പാരിസ്ഥിതിക അനുക്രമത്തിൽ കാണപ്പെടുന്ന ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഏതാണ്? ആൻസർ: the type of succession starting in wet area is hydrarch succession, and the climax community is forest. Part 3A. Answer any 3 questions from 14 to 17. Each carries 3 scores. 14 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ വീതം. മൊത്തം 9 മാർക്ക്, 9 സ്കോർ. Question number 14. Explain the method of genetically engineered human insulin production by Eli Lilly in 1983. 1983 എലി ലില്ലി ജനിതക മാറ്റം വരുത്തിയ മനുഷ്യ ഇൻസുലിൻ വികസിപ്പിച്ചെടുത്ത രീതി വിശദീകരിക്കുക. ആൻസർ: In 1983, Eli Lilly, an American company, prepared 2 DNA sequences corresponding to A and B chains of human insulin and introduced them into plasmids of E. coli to produce insulin chains. A and B of insulin chains were produced separately. These 2 polypeptide chains extracted and combined by creating disulfide bonds to form human insulin. The genetically engineered human insulin is also called humulin. നിങ്ങൾക്ക് ഈ ഉത്തരം അതിൻ്റെ വിശദമായ ടെക്സ്റ്റ് രൂപത്തിൽ എഴുതിയാൽ മതിയാകും. പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഗുണപ്രദമാണ്. ആ രീതിയിൽ എഴുതിയാലും ഉത്തരം വാല്യൂ ചെയ്യപ്പെടും, നല്ല മാർക്ക് കിട്ടും. Question number 15. List out some of the adaptations seen in desert plants. മരുഭൂമിയിൽ കാണപ്പെടുന്ന സസ്യങ്ങളുടെ പ്രത്യേക അനുകൂലനങ്ങൾ ഏതെല്ലാം? Answer: Adaptations of desert plants are 1. Thick cuticle on the leaf surface. 2. Leaves are highly reduced or even absent to reduce transpiratory water loss. 3. Sunken stomata. Stomata are kept in sunken pits produced on lower epidermis of leaves. 4. Special type of photosynthesis called crassulacean acid metabolism CEAM pathway. The stomata of the leaves with a pathway remain closed during the daytime to reduce transpiration, but open at night to collect carbon dioxide. 5. In succulent plants, leaves are modified into spines
and the function of photosynthesis is done by green colored flattened stem. Example, opensia. ഇതിൽ ഏതെങ്കിലും 3 പോയിന്റ്സ് എഴുതുക. Question number 16. What are the consequences of deforestation? വനനശീകരണത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാം? Answer. Consequences of deforestation are: it enhances carbon dioxide concentration in the atmosphere. It leads to loss of biodiversity due to habitat destruction. It disturbs hydrological cycle. It causes soil erosion. It causes desertification in extreme causes. It causes global warming. It causes flash floods. ഏതെങ്കിലും 3 പോയിന്റ്സ് എഴുതുക. Question number 17. The figure shows the pyramid of energy. Pyramid of energy is always upright. Why? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ഊർജ പിരമിഡ് കാണപ്പെടുന്നു. ഊർജ പിരമിഡ് എപ്പോഴും നിവർന്നതായി കാണപ്പെടുന്നതിൻ്റെ കാരണമെന്ത്? Answer. The pyramid of energy is always upright, can never be inverted, because when energy flows from a particular trophic level to the next trophic level, some energy is always lost as heat at each step. Primary producers convert only 1% of energy available to them. Part 3B section. Answer the following question. It carries 3 scores. താഴെ പറയുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ. Question number 18. CNG is widely used in vehicles in Delhi. ഡൽഹിയിലെ വാഹനങ്ങളിൽ CNG വ്യാപകമായി ഉപയോഗിക്കുന്നു. എ. എക്സ്പാൻഡ് CNG. CNGയുടെ പൂർണ്ണരൂപം എഴുതുക. ബി. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് CNG ദാൻ ഡീസൽ? ഡീസലിനെ അപേക്ഷിച്ച് CNGയുടെ ഗുണങ്ങൾ എന്തെല്ലാം? ആൻസർ ടു എ ക്വസ്റ്റ്യൻ. CNG is compressed natural gas. Answer to B part. CNG is a better fuel than petrol or diesel because it is cheaper than petrol and diesel. CNG burns very efficiently so that little unburned gas is left. ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതിയാൽ മതിയാകും. മൊത്തം 3 മാർക്ക്. Part 4. Answer any one question from 19 to 20 carries 5 scores. 19 മുതൽ 20 വരെ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക. 5 സ്കോർ. 2 ചോദ്യങ്ങൾ ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക. Question number 19. Pollination is an important mechanism found in flowering plants. സപുഷ്പികളിൽ കാണപ്പെടുന്ന ഒരു പ്രധാന പ്രക്രിയയാണ് പരാഗണം. എ. ഡിഫൈൻ പോളിനേഷൻ. പരാഗണം നിർവചിക്കുക. ബി. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ. ലഘുകുറിപ്പുകൾ തയ്യാറാക്കുക. ഓട്ടോഗാമി, ഗൈറ്റനോഗാമി ആൻഡ് സീനോഗാമി. ആൻസർ. എ. Pollination is the transfer of pollen grains from anther to the stigma of the pistil. Answer to B part. 1. Autogamy. The process of transfer of pollen grains from the anther of a flower to the stigma of the same flower. Example in pea plant. 2. Geitonogamy. The transfer of pollen grains from the anther of a flower to the stigma of another flower of the same plant. 3. Xenogamy. The process of transfer of pollen grains from the anther of a flower to the stigma of the flower of another plant of the same species. Question number 20. Restriction enzymes are widely used in biotechnology. ജൈവ സാങ്കേതിക വിദ്യയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന രാസാഗ്നികളാണ് റെസ്ട്രിക്ഷൻ എൻസൈമുകൾ. എ. നെയിം 2 kinds of restriction enzymes. 2 തരം റെസ്ട്രിക്ഷൻ എൻസൈമുകളുടെ പേരെഴുതുക. ബി. എക്സ്പ്ലെയിൻ ദി നെയിമിംഗ് പ്രൊസീജിയർ ഓഫ് ദി റെസ്ട്രിക്ഷൻ എൻസൈംസ് വിത്ത് 1 എക്സാമ്പിൾ. റെസ്ട്രിക്ഷൻ എൻസൈമുകളുടെ നാമകരണ പ്രക്രിയ ഉദാഹരണ സഹിതം വിവരിക്കുക. ആൻസർ ടു എ ക്വസ്റ്റ്യൻ. ദി 2 types of restriction nucleases are endonucleases and exonucleases. The naming procedure with an example: echo R1,
isolated from Escherichia coli strain RY13. E represents the first letter of the genus name Escherichia, from which echo R1 isolated. CO stands for first and second letter of species name coli. R stands for name of strain of the bacterium RY13, and the Roman letter 1 indicates the first restriction endonuclease isolated from that strain of bacterium. ഇത്രയും എഴുതിയാൽ 5 മാർക്ക് ഉറപ്പാണ്. എല്ലാവരും ഇത്തവണത്തെ പരീക്ഷ നന്നായിട്ട് എഴുതിയിരിക്കും എന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്തവണ ചോദ്യപേപ്പറിൽ കാണുന്നത്. അത് മാക്സിമം ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും ഫുൾ മാർക്ക്, ഫുൾ A+ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Subscribe, like and share Raju's Science World for more videos.